Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ തിയറീനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇല്ലസ്ട്രേഷൻ ഒന്ന് നോക്കാം. ദ ഇൻകം ഓഫ് എ ഫാമിലി ഈസ് ആസ് അണ്ടർ മിസ്റ്റർ വിജയൻ ഫ്രം ബിസിനസ് 3 lakh, മിസ്സസ് വിജയൻ ഫ്രം എംപ്ലോയ്മെൻറ്റ് 2 lakh, മൈനർ സൺ ഓഫ് വിജയൻ 10,000, മൈനർ ഡോട്ടർ ഓഫ് വിജയൻ 6,000. അപ്പോൾ ഇവിടെ ഇൻകം ആണ്, ഫാമിലിയുടെ ഇൻകം കാണിച്ചത്. അപ്പോൾ മിസ്റ്റർ വിജയൻ അസസ്സി ആണെങ്കിൽ അവർക്ക് 3 lakh ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, വൈഫിന് 2 lakh എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, മകനും മകൾക്കും കിട്ടുന്ന എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻകം ഫ്രം ബിസിനസ്, കാരണം ഇൻകം ഫ്രം സാലറി ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ അടുത്ത ഹെഡ് ഏതാണ്? ഇൻകം ഫ്രം ബിസിനസ് 3 lakh ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് വിജയൻ്റെ ഇൻകം നമുക്കിവിടെ ഈ അസസ്സിഡയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇൻകം ഫ്രം മൈനർ സണ്ണ് 10,000 രൂപയാണ് സണ്ണിൻ്റെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനർ ആണെങ്കിൽ 1,500 രൂപ വരെ എക്സംഷൻ കിട്ടുന്നുള്ളത്. അപ്പോൾ 8,500 കിട്ടുക. ഇനി മൈനർ ഡോട്ടർ ആണെങ്കിലും സെയിം തന്നെ 6,000 ആണ്, അതിൽ 1,500 കിഴിച്ച് ബാക്കി 4,500 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വന്നു? 3,13,000 ആണ് ഇവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The following particulars are furnished by Mr. Vijay for the previous year 23-24. He owns a house having a municipal value of rupees 1 lakh, let out on monthly rent of rupees 10,000 and paid municipal tax 5% of municipal value during the year. അപ്പോൾ 1,00,000 രൂപ മുനിസിപ്പൽ വാല്യൂ വരുന്ന വീടാണ് അവർ റെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഒരു മാസം 10,000 ആണ് വാടക വരുന്നത്. മുനിസിപ്പൽ ടാക്സ് 5% കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഹീസ് എംപ്ലോയ്ഡ് ഇൻ എ പ്രൈവറ്റ് ഫേം. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്, സാലറി 30,000 കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ DA 20% ഓഫ് സാലറി കിട്ടുന്നുണ്ട്, മെഡിക്കൽ അലവൻസ് 30,000 കിട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹി ക്യാരീസ് ഓൺ എ ബിസിനസ് ഫ്രം വിച്ച് ഹി ഏൺഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് rupees 2,40,000 ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ rupees 20,000 ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 25,000. കൂടാതെ ഇവരൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അതിലൊരു നെറ്റ് പ്രോഫിറ്റ് 2,40,000 കിട്ടുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ എത്ര രൂപ ചാർജ് ചെയ്യണ മുന്നുള്ളതാണിത്. 20,000 ഡിപ്രീസിയേഷൻ, ടാക്സേഷൻ 25,000 വരുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ദ ഇയർ 23-24 he received interest on bank deposit 1,35,000, gross and dividend from an Indian company rupees 45,300. On 18th February 2024 he sold machinery of his business rupees 40,000, written down value 35,000 ആണ് ഈ ഒരു ഡേറ്റിന് വരുന്നത്. പിന്നെ ജ്വല്ലറി ഉണ്ട് 1,70,000. അതിൽ പർച്ചേസ് ചെയ്ത് 15th ജൂലൈയിലാണ് 15th. സോൾഡ് ചെയ്തിരിക്കുന്നത് 3,31,456 അത് 2024 അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട് ഇവിടെ, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുണ്ട് 42,598, അത് ക്യാരി ഫോർവേഡ് ചെയ്താണ് പ്രീവിയസ് ഇയറിൽ നിന്ന്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട് 3,000, അതും ക്യാരി ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം 2024-25 കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത് ടോട്ടൽ ഇൻകം എങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ കിട്ടിയിരിക്കുന്നത് 7 പോയിന്റുകളാണ് മെയിനായിട്ട് ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കൺസിഡർ ചെയ്തുകൊണ്ട് 5 ഹെഡായിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുന്നത്? അതിൽ ഫസ്റ്റ് ഇൻകം എവിടെ നിന്നുള്ളതാണെന്ന് പറയാം. ഫസ്റ്റ് ഹെഡ് എവിടെ നിന്നുള്ളതാണ്? സാലറിയുടെ ഹെഡാണ്. ഓക്കെ, ആദ്യം നമ്മൾ സാലറി കൊടുക്കുക. അപ്പോൾ ബേസിക് സാലറി എത്ര ഉണ്ട്? 30,000 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇൻറ്റു 12 3,60,000. DA ഉണ്ട്. DA എത്രയാണ്? സാലറിയുടെ 20%, അതായത് 3,60,000യുടെ 20% ആണ് 72,000 DA. മെഡിക്കൽ അലവൻസ് പറയുന്നുണ്ട് എത്രയാണ്? 30,000 ആണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ അലവൻസ്. അത് ഫുള്ളായിട്ട് കാണിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 4,62,000 ആണ് ഇതിൽ വരുന്നത്. അതിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? എപ്പോഴത്തെയും പോലെ ഇൻകം ഫ്രം സാലറി എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 4,62,ൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ് നമ്മൾ സാലറിയിൽ കൊടുക്കാറുള്ളത്? ഓർമ്മല്ലേ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എപ്പോഴും 50,000 മാക്സിമം നമ്മൾ കൊടുക്കുക. അപ്പോൾ 50,000 ലെസ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഫസ്റ്റ് ഹെഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഹെഡിലേക്ക് പോവുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര വരുന്ന ഹൗസ് പ്രോപ്പർട്ടി? 1,20,000 ആണ് വരുന്നത്. 1,20,000 നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് 5% കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയാണ് 1,00,000ൻ്റെ 5%? എത്ര വരുന്നത്? 5,000 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ഒരു മാസത്തെ റെൻറ്റ് 10,000 ആണ്. 10,000 ഇൻറ്റു 12 മാസം കിട്ടുന്നുണ്ട് 1,20,000. അതിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ്, മുനിസിപ്പൽ വാല്യൂവിൻ്റെ 5% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ വാല്യൂ എത്രയുള്ളത്? 1,00,000 ആണ്. അപ്പോൾ 1,00,000ൻ്റെ 5% ആണ് 5,000. അപ്പോൾ നമ്മൾ ലെസ് ചെയ്യുമ്പോൾ 1,15,000 കിട്ടി. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര? 30% ആണ്. ഈ എമൗണ്ടിൻ്റെ 30% കാണുമ്പോൾ 34,500 കിട്ടും. അത് ലെസ് ചെയ്താൽ ബാലൻസ് 80,500 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഹെഡും കഴിഞ്ഞു. സാലറി കഴിഞ്ഞു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. മൂന്നാമത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. പ്രോഫിറ്റ് അതായത് ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 2,40,000 ആണ്. അപ്പോൾ അതിലെന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആണ് ഇത്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നുള്ളതാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ കൂടി കാണിക്കണമല്ലോ അതിൽ. അപ്പോൾ അതിന് വേണ്ടി അത് കൊടുക്കുമ്പോൾ അതിൽ SCL ചെയ്യാം. അപ്പോൾ 20,000 കുറയ്ക്കുമ്പോൾ 2,20,000. ഇതാണ് പ്രോഫിറ്റിൽ നിന്നുള്ള ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്. അപ്പോൾ 3 ഹെഡ് ഇവിടെ കഴിഞ്ഞു. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. നാലാമത്തെ ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം മെഷീനറി സെയിൽ ചെയ്യുന്നുണ്ട്. 40,000 റുപ്പീസിനാണ് മെഷീനറി സെയിൽ ചെയ്തിരുന്നത്. 15th ഫെബ്രുവരിയിലാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയായിരുന്നു? 35,000 ആണ് 1/4/2023. അപ്പോൾ ആ 40,000 നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് എന്ത് പറയുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നു. ഇനി അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് എന്താണ്? കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ട്, ഒരു 3,000 രൂപ. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5,000 കുറച്ചപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ 2,000 രൂപയാണ് നമുക്ക് ടോട്ടൽ ഇൻകത്തിലേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. മെഷീനറിയുടെ വാല്യൂ 40,000, റിട്ടേൺ ഡൗൺ വാല്യൂ ലെസ് ചെയ്യുക 35,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാത്രമാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നതാണ് മുൻ വർഷങ്ങളിൽ. കുറയ്ക്കുമ്പോൾ ബാലൻസ് 2,000 വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഇൻകം. പിന്നെ പറയുന്നത് ജ്വല്ലറിയുടെ ആണ്. അപ്പോൾ ജ്വല്ലറി നമുക്ക് വിൽക്കുമ്പോൾ 3,31,456 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കാണണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണം. കാരണം 1,70,000 വാല്യൂ ഉള്ള ജ്വല്ലറി ആയിരുന്നു. അതിൻ്റെ ഇൻഡെക്സ് കാണുമ്പം ഈ വർഷത്തെ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് ആണ് വരുന്നത്. അപ്പോൾ 2,32,913 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? 98,543. അപ്പോൾ ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. അപ്പോൾ 42,598 ആണ് അത് വന്നിരിക്കുന്നത്. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് എന്ത് പറയുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രോസ് ടോട്ടലിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റം ഇവിടെ കിട്ടുന്നുള്ളൂ. ഇനി അപ്പം അടുത്ത ഹെഡും കഴിഞ്ഞു. സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്, ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞു. 2 ഗെയിനും കഴിഞ്ഞു, ഷോർട്ട് ടേമും ലോങ് ടേമും. ഇനിയുള്ള അടുത്ത ഹെഡാണ് എന്ത്? ഇൻകം ഫ്രം അതർ സോഴ്സ്, 5ാമത്തെ ഹെഡ്. അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് 1,35,000. അതേപോലെ ഇന്ത്യൻ കമ്പനിക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട് 45,300. അപ്പോൾ ഇതാണ് ഇതിലൊന്നും പെടാത്ത അതർ സോഴ്സ് എന്നുള്ള ഇൻകം എന്ന് പറയുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 1,80,000. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് 1,80,300 വരും. ഇനി ഈ 5 ഹെഡും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്താണ്? അലൗവബിൾ എക്സ്പെൻസ് അല്ല. ആൻഡ് ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലം മുതൽ ഇത് ടാക്സബിളും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് നോക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മിസ്റ്റർ ആൽബർട്ട് ഈസ് എംപ്ലോയിഡ് ഇൻ എ കമ്പനി ഇൻ എറണാകുളം ഓൺ ബേസിക് പേ 26,000 പെർ മന്ത് ആൻഡ് ഡിയർനെസ് അലവൻസ് 5,000 പെർ മന്ത് ഉണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് ഫോർ 2 ചിൽഡ്രൻ ഉണ്ട് 150 പെർ മന്ത്. കമ്മീഷൻ ഉണ്ട് 1% ഓൺ സെയിൽസ് ഓഫ് ₹20 lakh. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് ₹20,000 പെർ മന്ത്. അപ്പോൾ ഹി ഓൺസ് 2 houses. 1 house ഈസ് യൂസ്ഡ് ഇൻ റെസിഡൻഷ്യൽ ഹൗസ്
സെക്കൻഡ് വൺ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മാസം 6000 രൂപ റെൻ്റ് ഉണ്ട്. മുനിസിപ്പൽ ടാക്സ് 5% കൊടുക്കുന്നുണ്ട്. മുനിസിപ്പൽ വാല്യൂ 90,000 ആണ്, അതിൻ്റെ 5% ആണ് ടാക്സ് കൊടുക്കുന്നത്. ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട് 600 രൂപ വെച്ച് ഒരു മാസം. വേക്കൻസി ഉള്ളത് 1 മന്ത് ആണ് ഉള്ളത്. ഇനി 22,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഗ്രോസ് എമൗണ്ട് കാണിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഇൻകം ഇന്ത്യയിലത്തെ 48 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓഫ് ടാക്സ് ഫ്രീ ഡിബഞ്ചർ 72,000 ഉണ്ട്. ഇനി 15th മെയിൽ പീസ് ഓഫ് ലാൻഡ് സെയിൽ ചെയ്തിട്ടുണ്ട് 6 lakhന്. ഇനി അത് വെച്ചിട്ട് തന്നെ 4,20,000 വാങ്ങിയതായിരുന്നു, 6 lakhന് അത് വിറ്റിട്ടുണ്ട്. ലോങ് ടേമിലേക്കുള്ള ലോസ് കഴിഞ്ഞ വർഷത്തെ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 50,000 റുപ്പീസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് എത്രയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് കണക്കാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ ആദ്യം ബേസിക് പേ തന്നിട്ടുണ്ടല്ലോ, 26,000 ഒരു മാസം സാലറി ഇൻറ്റു 12 മാസം ആകുമ്പോൾ 3,12,000 വരും. ഇനി ബേസിക് പേയുടെ എത്ര ശതമാനം? 5,000. ഡി എ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഒരു മാസം 5,000 രൂപ ഡി എ കിട്ടുന്നുണ്ട്. അപ്പോൾ 5,000 ഇൻറ്റു 12 60,000. എഡ്യൂക്കേഷൻ അലവൻസ് പറയുന്നുണ്ട്, അതിൽ നമുക്കറിയാലോ ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ അലവൻസിൽ ഇളവ് കിട്ടുക ഒരു കുട്ടിക്ക് 100 രൂപയാണ്. ഇവിടെ 150 രൂപയാണ് 2 കുട്ടികൾക്ക്, അപ്പോൾ 300 വെച്ചിട്ട് വരും. അപ്പോൾ 300 ഒരു കുട്ടിക്ക് 180 2 കുട്ടികൾക്ക് 300, അത് ഇൻറ്റു 12 ചെയ്യുമ്പോൾ 3,600 വരും. അതായത് 300 ഇൻറ്റു 12. അതിന്ന് മാക്സിമം കിട്ടാവുന്ന എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 100 രൂപ, അങ്ങനെ 2 കുട്ടികൾക്കാകുമ്പോൾ 200 രൂപ ഇൻറ്റു 12 മാസത്തേക്ക് 2,400. അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? 1,200. പിന്നെ സെയിൽസിൻ്റെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 20 lakhൻ്റെ എത്ര ശതമാനമാണ്? 1% പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 20,000. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓൾറെഡി 24,000 പറയുന്നുണ്ട്, അതായത് 2,000 ആണ് പറയുന്നത്. 2,000 ഇൻറ്റു 12 24,000. അപ്പോൾ ഇത്രയാണ് സാലറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാൽക്കുലേഷൻ. നമ്മളിതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 4,17,200 കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാണല്ലോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമം എമൗണ്ട്, അത് ലെസ് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുന്നതിനാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. 3,67,200 ആണ് വരുന്നത്. അടുത്ത ഹെഡിലേക്ക് പോവാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുക 90,000 ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതിൽ അപ്പോൾ ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നെങ്കിൽ ആ മുനിസിപ്പൽ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 90,000 ആണ്. റെൻറ്റ് നമുക്ക് കൊടുക്കുന്നത് എത്രയാണ്? 6,000 ഇൻറ്റു 12 വെച്ചിട്ടാണ്, അപ്പോൾ 72,000. അപ്പോൾ ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ 90,000 ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് 5% പറയുന്നുണ്ട് മുനിസിപ്പൽ വാല്യൂവിൻ്റെ. അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യുക, 90,000ൻ്റെ 5%. അപ്പോൾ 4,500. അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറയ്ക്കുക, ഇതിൻ്റെ 30% കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതിന് എന്ത് പറയുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഇൻകം. ലാൻഡ് എത്ര രൂപയ്ക്കാണ് വിറ്റു എന്ന് പറയുന്നത്? 6 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വിറ്റു. അക്വയർ ചെയ്ത് എത്ര രൂപയ്ക്കാണ്? 4,20,000 ആണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 1,80,000. അപ്പോൾ 1,80,000 ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഒരു 50,000 ഉണ്ട്. അത് ഈ ഗെയിനിൽ നിന്നൊന്നും സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ ജസ്റ്റ് അത് അവിടെ മാത്രം കാണിച്ചാൽ മതി, കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതാണ്, നെക്സ്റ്റ് ഇയറിലേക്കും കൂടി ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു ലോസ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് നമ്മളത് കാണിക്കണം, ജസ്റ്റ് ആ എമൗണ്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനേ ഉള്ളൂ, 1,80,000 ആണ് ഉള്ളത്. അടുത്ത ഹെഡിങ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്തൊക്കെ ഇൻകം വരുന്നുണ്ട്? ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അത് എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഗ്രോസ് എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ച് ഇത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 22,000 ആണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഗ്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എന്ത് കാണണം? 72,000 ആണല്ലോ ഇൻട്രസ്റ്റ് ഫ്രീ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്, ടാക്സ് ഫ്രീ ഡിബഞ്ചറിൻ്റെ. അപ്പോൾ ഗ്രോസ് ചെയ്ത് കാണണം എന്നല്ലേ എപ്പോഴും പറയുക. അപ്പോൾ 72,000 ഇൻറ്റു 100/90 ആണ് ചെയ്യാറുള്ളത്.
അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 80,000 വന്നു. അപ്പോൾ ഫുൾ എമൗണ്ട് ഇവിടെ കാണിച്ചു. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് പറഞ്ഞിട്ട് അപ്പോൾ എത്രയാണ് വരുന്നത്? ഈ 80ഉം 22ഉം കൂടി കൂട്ടിയിട്ട് 1,02,000. അപ്പോൾ നമ്മൾ 5 ഹെഡ്സിലത്തെയും ഇൻകം ഇവിടെ 5 അല്ല 4 ഹെഡ്സ് ഉള്ളത്. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ മാത്രം നമുക്കില്ല, ബാക്കി 4 ഹെഡ്സും ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉള്ള 4 ഹെഡ്സിൻ്റെ ടോട്ടലെല്ലാം എഴുതി കഴിഞ്ഞിട്ട് കണ്ടോ 4 എമൗണ്ടുകളാണ്. 3,67,200, 59,850, 1,80,000 ആൻഡ് 1,02,000. 4 ഹെഡിലത്തെ ഇൻകം കിട്ടി. അപ്പോൾ ടോട്ടൽ ഇതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇനി ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. അവിടെ നമുക്ക് റെൻറ്റ് റിസീവ് ചെയ്യുന്ന ഒരു മാസം 6,000 രൂപയാണ്. ഒരു മാസം വേക്കൻ്റായി കിടക്കുന്നുണ്ട്. 6,000 × 11 പറയുമ്പോൾ 66,000 ആണ് കിട്ടുക. അപ്പോൾ അത് മുനിസിപ്പൽ വാല്യൂവിനേക്കാൾ കുറവാണ് വരുന്നത്. ഇനി ആക്ച്വൽ റെൻറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് നോട്ട് ഡ്യൂ ടു വാക്കൻസി. വാക്കൻസി ഉള്ളത് കൊണ്ട് മാത്രമല്ല അത് കുറയാൻ കാരണം. വാക്കൻസി ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ 6 × 12 മാസം വരും. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് 72,000 ആണെങ്കിൽ 90,000-നേക്കാൾ താഴെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കണം? ഹയർ വാല്യൂയിൽ എടുക്കുക. അപ്പോൾ 90,000ഉം ഇതും കൂടി കമ്പയർ ചെയ്യുമ്പം ഹയർ വാല്യൂ 90,000, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെ വേണം, അതിവിടെ ഇല്ല. പിന്നെ ലാൻഡ് ഹെൽഡ് ചെയ്തിരിക്കുന്ന അസസി 24 മാസം, ശരിക്കും അത് ലോങ് ടേം ആണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ 24 മാസത്തിൽ താഴെ മാത്രമേ അത് അതിൻ്റെ അവകാശം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെന്താണ് ആ ഒരു രീതിയിൽ 24 മന്ത്സിന് താഴെ ആയതുകൊണ്ടാണ് ഷോർട്ട് ടേം ആയിട്ട് അവിടെ വരാൻ കാരണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണേണ്ട വിധം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് തവണ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2-3 പ്രോബ്ലംസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ ഹെഡ്സും കഴിഞ്ഞു, ഡിഡക്ഷൻസ് കഴിഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് നോക്കണം? ഓരോ ഹെഡിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുത്ത് ഫൈനലി അത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ വിശദമായിട്ടൊന്ന് പറഞ്ഞത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ അത് പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി, ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ആ ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്നതിനാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞ് ഇനി അടുത്ത് പഠിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടെന്ന് പഠിക്കുക. അതാണ് ഇനി അടുത്ത ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഡിഡക്ഷൻ കൂടി കുറച്ചിട്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ അസസീസും ഗ്രോസ് ടോട്ടൽ ഇൻകം കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തിയറി നന്നായിട്ട് മനസ്സിലായ ഒരാൾക്കാണ് പ്രോബ്ലം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിയറീസ് ക്ലിയർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. എന്നതിന് ശേഷം മാത്രം പ്രോബ്ലം ഫോക്കസ് ചെയ്യാം. ഒരിക്കലും ഒരു അറിയാത്തൊരാൾ ഡയറക്റ്റ് പ്രോബ്ലം പഠിച്ചിട്ട് നമുക്ക് കിട്ടില്ല. കാരണം അതിൻ്റെ തിയറി എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് വന്നാലും വീണ്ടും വീണ്ടും ആ തിയറി പാർട്ട് കേൾക്കുക, അത് മനസ്സിലാക്കുക, ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലം പേപ്പറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്